ഹലോ ഗൈസ്, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വൈകുന്നേരം ഒറ്റമായിട്ട് നമ്മളെല്ലാരും കൂടെ മിനിയൂട്ടി പോവാ. പിന്നെ ക്യാമറ ഉണ്ടായി നമ്മള് കുഞ്ഞേനും ദിൽവർക്കാക്കിനൊക്കെ കാത്തുക്കാണ്. അപ്പൊ ഓര് വന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാനാണെങ്കിൽ നല്ല മഴയും പെയ്തായില്ല, ഒരു തുള്ളിന്റെ ക്യാമറമേല് പോയി. അതാണ് പിന്നെ ഓരോ കാത്തുനിന്ന് ഓരവിടെ തിനി നമ്മള് വേഗം കയറി പോട്ടെ. നമ്മളോട് 5 മണി പറഞ്ഞിട്ട് ഓൻ വരുന്ന 6 മണിക്കാ. ഇതൊരാണെങ്കിൽ വെറുതെ വിടൂല, കയറി അപ്പം മുതൽ എല്ലാരും വെറുപ്പിക്കാൻ തുടങ്ങി. ചെക്കൻ ചില്ലറക്കാരനൊന്നല്ല, പാട്ടേക്കുമ്പോഴൊക്കെ ഓൻ കളിക്കാൻ തുടങ്ങിയെങ്കിലോ ക്യാമറ എന്തോ അലർജിയുള്ള പോലെയാണ്. അല്ലെങ്കിൽ നല്ല സംസാരം ക്യാമറ കണ്ടാ അങ്ങനെ പിന്നെ ഞങ്ങളൊന്ന് വെറുതെ അവിടെ സൈഡാക്കി. ഇതാണ് ഞങ്ങളെ പ്രോ ഡ്രൈവർ ദിൽവർ. അതാണെങ്കിലോ കഞ്ചാവ് കേസിലെ പ്രതികൾ പോലും ഉണ്ടാവില്ല ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ പിന്നെ കുറെ യാത്ര ചെയ്തതിനു ശേഷം ഞങ്ങൾ അവിടെ ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ കയറാൻ വിചാരിച്ചു. കാരണം ഭയങ്കര പുതി പാമ്പും ഇതൊക്കെ ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ. അപ്പൊ കയറാൻ വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ധൈര്യശാലി ആയതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് അതിന്റെ ഉള്ളിൽ കയറാം. ഈ ഫുഡും കൊണ്ട് അതിന്റെ ഉള്ളിൽ കയറാൻ കാത്തുക്കേനി കിളി വന്ന് തലയിരിക്കാണ് നേരെ അതിന്റെ തലയിൽ. പക്ഷെ ഇത് പേടിയൊന്നും ഇല്ല കേട്ടോ, ഞാൻ ഭയങ്കര ധൈര്യത്തിലായിരുന്നു. ഇമ്മന്റെ കൈമലാണെങ്കിൽ കുറെ കളികൾ വന്നിരുന്നു ചെയ്തായിരുന്നു. നിന്റെ കൈമലേക്കും ചാടി ഓളോടൊന്ന് അഭിനയിക്കാൻ പറഞ്ഞ പോലെ ജീവിച്ചാണ്. അല്ലെങ്കിൽ ഞങ്ങൾ കുടുംബസമേതം ഭയങ്കര ധൈര്യമുള്ള ആൾക്കാരാണ്. ഇതിനാണെങ്കിലോ ഭയങ്കര ഇഷ്ടമുണ്ട് തല. അല്ലേ എന്റെ തലക്ക് എന്താ ഫാൻസ് ബുദ്ധിയുള്ളതുകൊണ്ടാണ് അതൊക്കെ. എനിക്കറിയില്ല ഈ പാമ്പിനൊക്കെ ഇവരെങ്ങനെ ഇത്ര കൂളായിട്ട് കൈത്തിലിടാൻ നിന്നെടുക്കണെന്ന്. കാശിന്റെ ഒക്കെ ഭാവം കണ്ടാന്ന് തോന്നുന്നു വല്ല ബെൽറ്റ് കൊടുത്ത് കൈത്തിലിട്ടാണ്. ഇവളും ഞാനൊക്കെ കണക്കായിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. എന്താ ഓള് വിസ്മയൊക്കെ ചൊല്ലിയാ നിന്നെടുക്കണേ. ഇത് അടുത്തത് ഇതിനും ഒരു കുൽക്കൂല. ഇവരൊക്കെ എന്ത് ധൈര്യത്തിലാ നിൽക്കണേ എനിക്കറിയില്ല. എനിക്കിത് കാണുമ്പോ തന്നെ എന്തോ ആവണ്ട്. ഞാൻ നമ്മൾക്ക് ഉള്ളതിൽ ഏറ്റവും ചെറിയ പാമ്പും ചോദിച്ചെടുക്കാം. അമ്മ അറിയണ എന്താ നമുക്ക് വലിയ പാമ്പ് വേണം, കുറച്ചുകൂടെ വലിയ പാമ്പുണ്ടോന്ന്. എത്ര പാമ്പിനെ പേടിണ്ടെന്നുണ്ടെങ്കിലും ക്യാമറിന്റെ മുന്നിൽ ഓള് തമ്പും കാണിച്ചു. അടുത്തതാണ് എന്റെ ഊഴം. എനിക്ക് പിന്നെ തീരെ പേടില്ലതാണ്. വീഡിയോസ് ഫോട്ടോസ് ഒക്കെ കാണലുണ്ട് പാമ്പിനെ കഴുത്തിലിട്ട്. അന്നൊക്കെ എനിക്ക് പൂതിയാണ്, എനിക്ക് പാമ്പിനെ കഴുത്തിലിടണോ, എനിക്ക് പാമ്പിനെ കഴുത്തിലിടണോ. ഇതോടുകൂടി എന്റെ ആ പൂതിയും പോയി. ഇതിനെന്താന്ന് അറിയില്ല, എനിക്ക് വലിയ പേടിയൊന്നുമില്ല. കാരണം ഞാൻ ഫുൾ സ്ലീവ് ഇട്ടതിനെ കൊണ്ടാവാം. ഇതും ഞാൻ ഫസ്റ്റ് ടൈം അമ്മീന് ഫുഡ് എടുക്കുന്നത്. കയ്യൊക്കെ ഇക്ലിയാ വീണു. ഞാനൊക്കെ പേടിച്ചിട്ട് ഒരു ഇത്തിരിന്റെ കൈ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. കൈ മുട്ടും കൈ വരെ കൊണ്ടുപോയിക്കും. അങ്ങനെ തന്നെ അവിടുന്ന് ഞങ്ങൾ മെല്ലെ ഇറങ്ങി. ഇന്റെ പൂതി എന്താണെന്നറിയോ, തോണി കയറി. അതിന്റെ ഇടയിലാണെങ്കിലോ ഇവർക്ക് ഇതിൽ കയറണം എന്ന് പറഞ്ഞപ്പോ ഓരോതാക്കാണ്. ഓനക്കാണെങ്കിൽ കയറാനും കഴിയില്ല. അങ്ങനെ ഞാൻ ഓനെ എടുത്തു വെച്ചു. പിന്നെ ഞങ്ങള് തോണിയിൽ കയറി. കൊണ്ടോട്ടി ഫസ്റ്റിലെ തോണിയിൽ കയറാൻ ഞാൻ ഒരുപാട് കച്ചറുണ്ടാക്കിയിരുന്നു കേട്ടോ. അതായത് ഇവിടുന്ന് പോവാന്. അപ്പൊ എന്തോ ഞങ്ങൾ പോവാൻ നിന്നപ്പോ ആ പരിപാടിയുടെ കയ്യും ചെയ്തിരുന്ന് ഞാൻ കരഞ്ഞു എനിക്ക് പോണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം ഞാൻ ഈ തോണി കയറി. അതല്ല പറ്റി ഇതൊരു കുഞ്ഞു തോണിയാണ്. കൊണ്ടോട്ടി ഫസ്റ്റിലുള്ള തോണി വലിയ തോണിയാണ്. എനിക്കാണെങ്കിൽ പേടിച്ച് ഞാൻ ഇനി കരഞ്ഞിന്റെ സൗണ്ടൊക്കെ പോയി ആർത്തിട്ട്. അതുകൊണ്ട് എന്താ ഇനി മേലാലും ഞാൻ ഈ പൂതി പറയല്. ഇവര് സ്ലോ ആവണതിനനുസരിച്ച് സ്പീഡ് കൂട്ടാൻ പറയാം. ഇനി മേലാല് തോണീന്റെ പൂതിയും പറഞ്ഞ ഞാൻ വരൂല. അങ്ങനെ അവിടുത്തതും കഴിഞ്ഞ് ഇനി ഞങ്ങൾ നേരെ പോവാണ് ഫുഡ് കഴിക്കാനും. ഞങ്ങൾ വിചാരിച്ചു ലോഡഡ് ഫ്രൈസ് തിന്നാന്ന്. അങ്ങനെ പിന്നെ അതും തിന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇനി നേരെ വീട്ടിൽ പോവാണ്. 12 മണി അയക്കണം, നാളെ ക്ലാസ്. ഇന്നത്തെ വ്ളോഗ് എന്നത്തെയും പോലെ അത്യാവശ്യം ലാഗാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ ഗായ്സ്.